ലോക കേരള സഭ മേഖലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിടാൻ എന്ന പേരിൽ അമേരിക്കയിൽ പണപ്പിരിവെന്ന വാർത്തയിൽ വിശദീകരണവുമായി നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ. വാർത്താ സമ്മേളനം തുടരുകയാണ്. അതിലേക്ക് ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങളെല്ലാം ചേരുന്നത് അത് സംഘടന സമിതിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിന് മുൻപുള്ള സമ്മേളനങ്ങൾ അങ്ങനെയായിരുന്നു. ഉദാഹരണത്തിന് ദുബായ് നടന്ന നീം സമ്മേളനം, UK ചേർന്ന സമ്മേളനം, അതെല്ലാം അവിടെ പ്രാദേശിക സംഘടനകളുടെ നേതൃത്വത്തിൽ പണം സമാഹരിച്ച് സർക്കാരിൽ നിന്ന് പണം ചെലവഴിക്കാതെ ഖജനാവിൽ നിന്ന് പണം തൂത്തെടുത്ത് രാഷ്ട്രീയം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നടത്തിയിട്ടുള്ളത്. അതിനാണ് അമേരിക്ക നടന്നത്. അമേരിക്ക സ്പോൺസർഷിപ്പിലൂടെ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി. സംഘടനയുടെ നേതൃത്വത്തിൽ അവർ നടത്തിയ ശ്രമത്തിൻ്റെ അപ്പം തന്നെ ഒന്ന് കാണുന്നത് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ കൂടെ ഒന്നും അതിന് പരിസ്ഥിതിയില്ലല്ലോ. അല്ല, VIP എന്ന് പറയുമ്പോൾ താങ്കൾ ഉൾപ്പെടെ CM ഉൾപ്പെടെ മന്ത്രി ഉൾപ്പെടെ അല്ലാതെ വേറെ VIP ഇല്ലല്ലോ അതിനകത്ത്. VIP കൂടെ ഭക്ഷണം കഴിക്കാൻ ഒരു ഓഫറിന് മാത്രമേ ഉള്ളൂ. അല്ല, അത് തന്നെ നമുക്ക് പണം തന്നാൽ പണം ബേസ് ആകുന്നു എന്നുള്ളത്. ഇല്ല, ഡെലിഗേറ്റ് സെഷന് പങ്കെടുക്കുന്ന ആളുകളെ ആരെയും പണത്തിന് മാനദണ്ഡം സ്വീകരിച്ചിട്ടില്ല. അവർക്ക് എല്ലാവർക്കും രജിസ്ട്രേഷൻ അവകാശമുണ്ട്. രജിസ്ട്രേഷനിൽ നിന്ന് നമ്മൾ സ്ഥലത്ത് ആൾക്കാർ എടുക്കുകയാണ് ചെയ്യുന്നത്. പണം ഒരു മാനദണ്ഡമേ അല്ല. രജിസ്ട്രേഷൻ ഫീസ് ₹1 രജിസ്ട്രേഷൻ ഫീസ് പോലും വാങ്ങിക്കുന്നില്ല. ₹1 രജിസ്ട്രേഷൻ പോലും വാങ്ങിക്കാതെ $1 പോലും വാങ്ങിക്കാതെയാണ് ശ്രമം നടത്തുന്നത്. സ്പോൺസർഷിപ്പിന് വേണ്ടി മാത്രമുള്ള ശ്രമം നടത്തുന്നത്. സ്പോൺസർഷിപ്പ് ഇല്ലാതെ നടത്താൻ പറ്റില്ല. പക്ഷെ എന്നാലേ ഇതിപ്പം പൊതുവിൽ ഇപ്പം പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇങ്ങനെയാണോ ചെയ്യുന്നത്, ഇത്ര പണം നിന്നാൽ കൂടെ നിൽക്കാം, ഇത്ര പണം നിന്നാൽ ഇങ്ങനെ. അപ്പം ഇല്ല, പ്രവാസികളുടെ സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനമാണ്. ആ പ്രതിനിധി സമ്മേളനം 302 ആൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. 302 ആൾ രജിസ്റ്റർ ചെയ്ത് പണത്തിനെടുക്കാൻ എൻ്റെ മാനദണ്ഡം പണമല്ല. വിവിധ അസോസിയേഷനുകൾ, സംഘടനകൾ, ക്ലബ്ബുകൾ, കമ്മ്യൂണിറ്റി വർക്കേഴ്സ്, ഭാരവാഹികൾ, ടെക്നോക്രാറ്റ്സ്, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, ഇവരെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത ചേരികളിലുള്ള സെഷനുകളിലുള്ള ആളുകളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനമാണ്. അവിടെ ഒരു മാനദണ്ഡമില്ല. മറ്റൊരു പണത്തിന് മാനദണ്ഡം ₹1 പോലും രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിക്കുന്നില്ല. രജിസ്ട്രേഷൻ ഫീസ് $1 പോലും വാങ്ങിക്കാൻ നടന്ന സമ്മേളനത്തിൽ ഈ തരത്തിലുള്ള സമയം ശരിയല്ല. അപ്പൊ പിന്നെ ഇത് നമ്മൾ അറിഞ്ഞിട്ടായിരിക്കും ഈ പ്രാദേശിക സംഘടന സമിതി ആണെങ്കിൽ തന്നെ അവർ പരസ്യം ചെയ്തത് നമ്മളോടൊക്കെ ചോദിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു താരദിശയൊക്കെ പോലെ ഇപ്പൊ മോഹൻലാൽ മമ്മൂട്ടി വന്നാൽ കൂടെ നിൽക്കാം, ഇത്ര പൈസ കൊടുത്താൽ എന്നുള്ള ആ രീതിയിൽ അങ്ങനെ കണ്ട ഇതിനെ സ്പോൺസർഷിപ്പിന് വേണ്ടി ശ്രമിച്ചു. സ്പോൺസർമാർക്ക് കൊടുക്കുന്ന അവകാശം തന്നെയാണ് പറഞ്ഞുള്ളൂ. $1 ലക്ഷം സ്പോൺസർ ചെയ്യുന്ന ആളുകൾക്കുള്ള സ്വാഭാവികമായിട്ട് സീറ്റ് കൊടുക്കുന്നതിനെ പറയുന്നുള്ളൂ. മറ്റു വ്യാഖ്യാനങ്ങൾക്ക് അർത്ഥമില്ല. മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് $1 ലക്ഷം വാങ്ങിക്കുന്നത് 85 വാർത്തമാനാണ്. യുക്തിയില്ലാത്ത വാർത്തയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയല്ലേ. ഇപ്പം $1 ലക്ഷം കൊടുക്കുന്നു സ്പോൺസർ, അല്ലെങ്കിൽ ഇത്രയും $1 പൈസ കൊടുക്കുന്ന ആൾക്ക് കൂടുതൽ പൈസ കൊടുക്കുന്ന ആൾക്ക് കൂടുതൽ ആനുകൂല്യമാണ് കൊടുക്കുന്നത്. അപ്പം അത് യഥാർത്ഥത്തിൽ അല്ല, അവിടെ പ്രസിദ്ധീകരിക്കുന്ന സോനിയുടെ പരസ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചത് അന്വേഷിക്കാം. യഥാർത്ഥത്തിൽ ലക്ഷ്യം നോർക്കോ മറ്റാർക്കോ അങ്ങനെ ലക്ഷ്യമില്ല. എന്തായാലും ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ വിശദീകരണം നൽകുകയായിരുന്നു നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ. മേഖലാ സമ്മേളനങ്ങൾ അവിടങ്ങളിലെ സംഘാടക സമിതികളാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുന്നു, സർക്കാർ ഖജനാവിൽ നിന്ന് പണം എടുക്കുന്നില്ല, പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പണം നൽകേണ്ട തുടങ്ങിയ വിശദീകരണങ്ങളാണ് അദ്ദേഹം നൽകുന്നത്. VV അരുണുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, ഇവിടെ സ്പോൺസർഷിപ്പിന്റെ പേരിൽ ലക്ഷങ്ങൾ പിരിവ് നടക്കുന്നു എന്നതായിരുന്നു വാർത്ത. നമുക്കറിയാം, കഴിഞ്ഞ ലോക കേരള സഭയൊക്കെ ധൂർത്തിന്റെ പേരിലാണ് വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നത്. ഇതിപ്പോൾ സർക്കാർ ഖജനാവിൽ നിന്ന് പോകുന്ന പണമല്ല, പക്ഷേ സർക്കാർ നടത്തുന്ന പരിപാടിയുടെ പേരിൽ നടക്കുന്ന പണപ്പിരിവാണ് വിവാദം. എന്താണ് നോർക്ക വൈസ് ചെയർമാന്റെ വിശദീകരണം? പൂർണ്ണമായും ആരോപണങ്ങൾ തള്ളിക്കളയുകയാണ് നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ സ്പോൺസർഷിപ്പിലൂടെ മാത്രമേ അമേരിക്കയിലും അതുപോലെ തന്നെ നേരത്തെ ദുബായിലും ഒക്കെ നടത്തിയപ്പോൾ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനം നടത്തിയപ്പോൾ സ്പോൺസർഷിപ്പിലൂടെ തന്നെയാണ് പണം സമാഹരിച്ചത്. സർക്കാർ ഖജനാവിൽ നിന്ന് ₹1 പോലും ചെലവഴിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായാണത്. അത്തരം ആരോപണങ്ങൾക്ക് അവസരം നൽകേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്താൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാൻ പണം എന്ന തരത്തിലുള്ള വാർത്തകളൊന്നും ശരിയല്ല. അത് വക്രീകരിക്കുകയാണ്. വക്രീകരിച്ച് ലോക കേരള സഭയുടെ പ്രാധാന്യത്തെ അതിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അദ്ദേഹം പറയുന്നു സ്പോൺസർമാർ അവർക്ക് ഈ പരിപാടി നടത്താനുള്ള പണം കണ്ടെത്തുകയാണ്. എങ്കിലും ഈ പണവും കൃത്യമായി ഓഡിറ്റഡ് ആയിരിക്കും. വരവ് ചെലവ് കണക്ക് പരിശോധിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകൾക്കും സാധ്യതയില്ല. മുഖ്യമന്ത്രിയെ കാണാൻ അത്തരത്തിൽ ആർക്കും ഒരു ഭേദം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ആർക്കും മുഖ്യമന്ത്രിയെ കാണുന്നതിൽ അകറ്റി നിർത്തില്ല. ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരുടെ രജിസ്ട്രേഷൻ പൂർണ്ണമായും
സൗജന്യമാണ്, പ്രവാസികൾക്ക് അതിൽ പങ്കെടുക്കാം. ഇത് സ്പോൺസർഷിപ്പിന്റെ ഭാഗമായുള്ള മറ്റു ചില പരിപാടികളുടെ പരസ്യമാണ് ഇപ്പോൾ വന്നത്. ഏതായാലും ഇത്തരത്തിൽ വിവാദമായ സാഹചര്യത്തിൽ ഇതിന്റെ സാഹചര്യം എന്തെന്ന് പരിശോധിക്കുമെന്നും പി ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായും അരുൺ, ഇതിൽ സർക്കാരിന് പണം നഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ പോലും മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയാണ്, സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളുടെ ഭാഗം കൂടിയാണ് ഇത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു പരിപാടിയുടെ പേരിലാണ് പണപ്പിരിവ്. ഇവിടെ ഇപ്പോൾ അതിന്റെ ബ്രോഷറുകളും മറ്റുമൊക്കെ ഇറങ്ങുമ്പോൾ സ്പോൺസർഷിപ്പ് താരിഫിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് അതിന് നൽകുന്ന ഫെസിലിറ്റീസ് എന്താണ് എന്ന് കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ളതുണ്ട്. രണ്ട് മന്ത്രിമാർ, മുഖ്യമന്ത്രിയെ കൂടാതെ ധനമന്ത്രി മാത്രമാണ് പങ്കെടുക്കുന്നതെങ്കിൽ പോലും മന്ത്രിമാരുടെ സംഘം എന്ന് കാട്ടിയാണ് ഈ പണപ്പിരിവ് നടക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനോട് എന്തായിരുന്നു ശ്രീരാമകൃഷ്ണന്റെ മറുപടി? അദ്ദേഹം ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി തന്നെയാണ് മറുപടി പറയുന്നത്. അതായത് ആരുടെയും കൂടെ ഇരിക്കാൻ അത്തരത്തിൽ പണപ്പിരിവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിന്നറാണ് ഇതിൽ കൂടുതലായി ഉള്ളത്. ഡിന്നറിൽ പങ്കെടുക്കുന്നവർക്ക് ഇത്തരത്തിൽ സ്വാഭാവികമായും ഈ ഒരു തുക നൽകുന്നവർക്ക് ഡിന്നറിൽ പങ്കെടുക്കാം. അത് ലോകകേരള സഭയ്ക്ക് പുറത്തുള്ള നിരവധി സെമിനാറുകളുണ്ട്, അത്തരം വർക്ക്ഷോപ്പുകളുണ്ട്. അതിന്റെ ഭാഗമായുള്ള ഒരു സെഷൻ മാത്രമാണിത്. ലോകകേരള സഭയിൽ പങ്കെടുക്കുന്നവർ പൂർണ്ണമായും രജിസ്ട്രേഷൻ പോലും സൗജന്യമാണ്. പ്രവാസികൾക്ക് സൗജന്യമായി പങ്കെടുക്കാവുന്ന വേദിയാണത്. അത് അവരുടെ അവകാശങ്ങൾ ആ രീതിയിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇത് അതിന് പുറത്ത് ലോകകേരള സഭയുടെ ഈ സെമിനാറുകളുടെ വർക്ക്ഷോപ്പുകളുടെ ഭാഗമായുള്ള ഒരു പരിപാടി മാത്രമാണ്. അപ്പോൾ അരുൺ, ഇത് ആരോപണങ്ങൾ തള്ളുകയല്ല, ആരോപണങ്ങൾ സ്ഥിരീകരിച്ച് അതിനെ ന്യായീകരിക്കുകയാണ് നോർക്ക വൈസ് ചെയർമാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറയാമോ? അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഈ രീതിയിലുള്ള നോർക്കയ്ക്ക് നേരിട്ട് ബന്ധത്തിൽ നോർക്ക പണപ്പിരിവ് നടത്തുന്നില്ല. സംഘാടക സമിതികൾക്കാണ് ഇതിന്റെ പണപ്പിരിവിനുള്ള അല്ലെങ്കിൽ പരിപാടി നടത്തി ആ രീതിയിൽ സാമ്പത്തികം കണ്ടെത്തേണ്ട ചുമതല. ആ രീതിയിൽ അവർ അത് പിരിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലൊരു ക്രമക്കേടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണുന്നത് രണ്ട് തരമുണ്ടാവുകയോ ഒന്നുമില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഏത് സാഹചര്യമായാലും ഈ വിവാദം ഇത് സംബന്ധിച്ചൊരു അന്വേഷണം ഏത് തരത്തിലാണ് പരസ്യം വന്നെന്ന കാര്യം അവരോട് അന്വേഷിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ശരി, എന്തായാലും ഒരു പരിധിവരെ ഈ വാർത്ത സ്ഥിരീകരിച്ചും ഒരു പരിധിവരെ അതിനെ ന്യായീകരിച്ചുമാണ് ഇപ്പോൾ നോർക്ക വൈസ് ചെയർമാൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കൂടുതൽ എന്താണ് കാര്യങ്ങൾ എന്നത് പരിശോധിക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തീയിട്ട ട്രെയിനിലെ തീപിടുത്തം അട്ടിമറിയെന്ന സംശയം ബലപ്പെടുന്നു. എലത്തൂരിൽ ഷാറുഖ് സൈഫി തീവെച്ച അതേ ട്രെയിനിലാണ് തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തിന് മുൻപ് ക്യാനുമായി ഒരാൾ ബോഗിക്ക് സമീപത്തേക്ക് എത്തുന്നതിന്റെ CCTV ദൃശ്യം നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളെ ഇപ്പോൾ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ തിരിച്ചറിഞ്ഞത്. ഫോറൻസിക് സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. ബോഗിയിൽ ശുചിമുറിയുടെ ഭാഗത്തെ ചില്ല് തകർത്തിരുന്നു. ആ ഭാഗത്ത് നിന്ന് കല്ല് കണ്ടെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 11:06-നാണ് ട്രെയിൻ കണ്ണൂരിൽ യാത്ര അവസാനിപ്പിച്ചത്. പുലർച്ചെ 1:15-നാണ് തീപിടുത്തമുണ്ടായത്. BPCLന്റെ ഇന്ധന ടാങ്കിന് 100 മീറ്റർ അകലെയാണ് തീപിടുത്തം. കോച്ചിന്റെ എല്ലാ ഭാഗത്തും ഒരേ സമയം തീ പടർന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. തീപിടുത്തത്തിന്റെ വിവരങ്ങൾ NIA ശേഖരിച്ചു. വിവരങ്ങളുമായി CV അനുമോദും ഡാൻ കുര്യനും ചേരുകയാണ്. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തിയിരിക്കുന്നു. മറ്റ് അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. കേസിന് ഏറ്റവും ഗുണകരമാകുന്ന ഒരു CCTV ദൃശ്യം കൂടി ലഭിക്കുകയും അതിൽ നിന്ന് ആരാണ് അതിന് സമീപത്തുകൂടി നടന്നു പോയതെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ കേന്ദ്രീകരിച്ചാണോ ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നടക്കുന്നത്? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? രേണുക, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസും റെയിൽവേ പോലീസും ഇപ്പോൾ അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. CCTV ദൃശ്യങ്ങളിൽ ഒരാൾ ഒരു ക്യാനുമായി, ഒരു കന്നാസുമായി ഈ സമയത്ത് ഈ റെയിൽവേ
ഈ ട്രാക്കിലൂടെ ഈ ബോഗിക്ക് അടുത്തൂടെ നടന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സംശയമുള്ളവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സംശയത്തിന്റെ അടിസ്ഥാനം കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആരാണെന്നോ എന്താണെന്നോ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. പ്രധാനമായിട്ടും ഈ ഒരു ട്രെയിൻ നമുക്കറിയാം 2 മാസം മുൻപ് ഇതേ ട്രെയിനിൽ തന്നെയായിരുന്നു ഷാറൂഖ് സൈഫി ആക്രമണം നടത്തിയത്. അതേ ട്രെയിനിൽ തന്നെ വീണ്ടും 2 മാസത്തിന് ശേഷം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതിന്റെ പുറകിലെ ദുരൂഹത അത് എന്താണ് എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് കണ്ടെത്തേണ്ടതുള്ളത്. നമ്മോടൊപ്പം KV ബൈജു കൂടി ചേരുന്നുണ്ട്. ബൈജു, രാവിലെ മുതൽ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതാണ്, ഫോളോ ചെയ്യുന്നതാണ്. എന്താണ് ഇതുവരേക്കും നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ള വിവരം? ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ ആദ്യം ലഭിച്ച CCTV-യിൽ ഈ ട്രെയിൻ എടുത്തു വരുന്ന ആളുടെ ദൃശ്യങ്ങൾ കൃത്യമായി പതിഞ്ഞിരുന്നില്ല. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമതൊരു CCTV ദൃശ്യം കൂടി ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. അത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ളതാണ്. ആ ദൃശ്യത്തിൽ ഇയാളുടെ കൃത്യമായ ഇയാളുടെ രൂപം തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇയാൾ കസ്റ്റഡിയിലില്ല എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. ഇതിന് ഔദ്യോഗികമായ ഒരു വിശദീകരണമല്ല, അനൌദ്യോഗികമായ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എന്തായാലും രണ്ടാമത് ലഭിച്ച CCTV ദൃശ്യത്തിൽ നിന്നാണ് ഈ ആളെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇയാളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഒപ്പം IB-യുടെ സംഘം അല്പസമയം മുമ്പ് ഈ പ്രദേശത്തെത്തുകയായി. ഈ പരിസരം ഉൾപ്പെടെ IB-യുടെ സംഘം പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ ഫോറൻസിക് നടത്തുന്ന പരിശോധനയിലാണ് നിർണായക തെളിവുകൾ ലഭിക്കുക. അതിൽ ഏറ്റവും പ്രാഥമികമായി ലഭിച്ച നിർണായക തെളിവ് തന്നെയാണ് ഈ കല്ല് ഈ ട്രെയിനകത്ത് നിന്നും ലഭിച്ചു എന്നുള്ളത്. ഗ്ലാസ് തകർത്ത് ഇതിന്റെ അകത്തേക്ക് ഒരു കല്ല് പതിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് തീ വെച്ചതാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തുന്നത്. എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ തീവെപ്പ് ആണ് എന്ന കാര്യം മാത്രം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധം ഇതിൽ ഉണ്ടോ എന്നതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഏതായാലും സംസ്ഥാന കേന്ദ്ര ഏജൻസികളെല്ലാം തന്നെ ഇപ്പോൾ കണ്ണൂരെത്തിയിട്ടുണ്ട്. NIA-യുടെ ഒരു സംഘം കോഴിക്കോട്ട് നിന്നും ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നേരിട്ടെത്തി അവരും പ്രാഥമിക വിവര ശേഖരണം നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 3 തരത്തിലാണ് അന്വേഷണം. ഒന്ന് റെയിൽവേ പോലീസിന്റെ ഭാഗത്തുനിന്ന്, ഒന്ന് IB-യുടെ ഭാഗത്തുനിന്ന്, മറ്റൊന്ന് NIA-യുടെ സംഘം വരുന്നു എന്ന് പറയുന്നു. ഇതിൽ ഫോറൻസിക്കിന്റെ പരിശോധനയിൽ എന്തെങ്കിലും രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തുവാനോ അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ പോലെ എന്തെങ്കിലും ഈ ദ്രാവക രൂപത്തിലുള്ള ഇന്ധനങ്ങൾ ഉപയോഗിച്ചതായിട്ടോ അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ ഫോറൻസിക്കിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്? നിലവിൽ നമുക്ക് ഈ കല്ല് ലഭിച്ചു എന്നുള്ള വിവരം മാത്രമാണ് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ നിന്ന് നമുക്ക് പുറത്ത് വിവരം ലഭിക്കുന്നത്. ഇപ്പോഴും ഫോറൻസിക് പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പരിശോധന ഇതുവരെ അവസാനിച്ചിട്ടില്ല. ആ പ്രദേശം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ പിറകിൽ കാണാം. ആ പ്രദേശം സീൽ ചെയ്തിരിക്കുകയാണ്. ആരും തന്നെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും മാത്രമാണ് ആ പ്രദേശത്തുള്ളത്. അവിടെ നിന്നും നമുക്ക് മറ്റ് വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും അത് സംബന്ധിച്ച നിർണായക തെളിവുകൾ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതന്നെയാണ് അറിയുന്നത്. അല്പസമയത്തിനകം തന്നെ ഇതിന്റെ വിവരങ്ങളും നമുക്കറിയാൻ സാധിക്കും. ആസൂത്രിതമെന്ന രീതിയിൽ തന്നെയാണ് പോലീസിന്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഈ ഒരു അന്വേഷണം പുരോഗമിക്കുന്നത്. കാരണം BPCL പ്ലാന്റ് തൊട്ടടുത്തുണ്ട്. രണ്ടാമതായിട്ട് ഈ ഒരു ട്രെയിൻ ഇത് 2ാം തവണയാണ് ഈ ഒരു 2 മാസങ്ങളിൽ ഇതിൽ ആക്രമണം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും പോലീസിന് സംശയങ്ങൾ പല വഴിക്കാണ് നീളുന്നത്. ബൈജുവിന് പോലീസിൽ നിന്നും അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ലഭിച്ചു? തീർച്ചയായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിൽ തന്നെയാണ് അവരുള്ളത്. കാരണം എലത്തൂർ കേസ് നമുക്കറിയാം ഒരുപാട് വിവാദങ്ങളിലേക്ക് പോലീസ് അന്വേഷണം മുന്നോട്ട് പോയതോടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു പ്രതിരോധത്തിലേക്ക് ആവാതിരിക്കാനുള്ള എല്ലാ ശ്രമവും പോലീസിന്റെ ഭാഗത്തുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. ഇതിൽ പോലീസിന് ഈ ദൃശ്യം ലഭിച്ചതോടുകൂടി ഇതിന്റെ വ്യക്തത കൈവരും. ഇതിനെ സംബന്ധിച്ച പ്രതിയെ പിടികൂടാനാകും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് ഉള്ളത്. എന്നാലും ഇയാളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇയാളെ ഈ പല ആൾക്കാരും ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് നേരിട്ട് കൃത്യം നടത്തിയതോ അത്തരത്തിലുള്ള ആരും ഇതുവരെ കസ്റ്റഡിയിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പോലീസ് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഈ സംഭവത്തിൽ കൃത്യമായ പോലീസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് ഇതിന് സമയം വൈകുന്നതിനനുസരിച്ച് പോലീസ് പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം ഇപ്പോൾ തന്നെ അല്പസമയം മുമ്പ് BJP നേതാവ് കൃഷ്ണദാസ് ഇവിടെ എത്തുകയും ഈ സംഭവം പോലീസ് എത്രയും പെട്ടെന്ന് ഈ കേസ് ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തി NIA-ക്ക് കൈമാറണമെന്നൊരു ആവശ്യം ഇപ്പോൾ മണിക്കൂറുകൾക്കകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. എന്തായാലും ഇതിനൊരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് പോലീസിന്റെ. അല്പസമയത്തിന് അതിന്റെ തീരുമാനം ഉണ്ടാകും. ആ രീതിയിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബൈജുവാണ് ഇതുവരെയുള്ള ഈ ഒരു കേസ്, ഈ ഒരു സംഭവത്തിന്റെ നടപടികളും നമുക്ക് ലഭ്യമായ വിവരങ്ങളും ഇത്രയും വിശദമായിട്ട് തന്നെ പങ്കുവച്ചിരിക്കുന്നത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ എലത്തൂരിലെ ട്രെയിൻ തീവെപ്പ് കേസിൽ പോലീസ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നടപടിക്രമങ്ങൾ വീഴ്ചയുണ്ടായതായിട്ട് വലിയ ആക്ഷേപങ്ങളുണ്ടായിരുന്നു. അതേ ഒരു സാഹചര്യം, അതായത് 2 മാസത്തിന് ശേഷം അതേ ട്രെയിനിൽ ഒരു ബോഗി ഒന്നാകെ തീവെക്കുന്നു.
അപ്പോൾ ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് സംശയിക്കുന്ന ആളുടെ CCTV ദൃശ്യങ്ങൾ, വ്യക്തമായ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് ഈ CCTV ദൃശ്യം കേന്ദ്രീകരിച്ചാണ് ഇനി അന്വേഷണം ഉണ്ടാവുക. സംശയിക്കേണ്ട സാഹചര്യങ്ങൾ പലതുണ്ട്. ഒന്ന്, ഈ ഒരു ട്രെയിൻ കമ്പാർട്ട്മെൻറ്റ് നിർത്തിയിട്ട സ്ഥലം, ഇതിനോട് ചേർന്നുള്ള BPCLന്റെ പ്ലാന്റ്, അതായത് പെട്രോളും ഇന്ധനങ്ങളും നിറച്ചിരിക്കുന്ന പ്ലാന്റ്. രണ്ടാമതായിട്ട്, എന്തുകൊണ്ട് ഈ ട്രെയിൻ തന്നെ വീണ്ടും വീണ്ടും ഈ ഒരു അക്രമത്തിന് തിരഞ്ഞെടുക്കുന്നു? ഇതിന് പിന്നിൽ ഒരേ സ്വഭാവത്തിലുള്ള വ്യക്തികളാണോ? ഏതെങ്കിലും മറ്റു തരത്തിലുള്ള ശക്തികളുടെ പങ്കുണ്ടോ? അത്തരത്തിൽ വിവിധ തരത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളുമാണ് ഉയരുന്നത്. എന്താണെങ്കിലും പോലീസിനെ സംബന്ധിച്ച് CCTV ദൃശ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഫോറൻസിക് പരിശോധനയുടെ ഫലവും ഫോറൻസിക് സംഘം വളരെ വിശദമായിട്ട് തന്നെ ഇത് പരിശോധിക്കുന്നു. എന്തായാലും ഭീകരബന്ധവും സംശയിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് വിവരം. ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ചില സമാനതകൾ ഈ സംഭവത്തിനുമുണ്ട്. അതേ ട്രെയിനിൽ തന്നെ തീവയ്പുണ്ടായിരിക്കുന്നു. ഏതോ ഒരു ഇന്ധനം ഉപയോഗിച്ച് തന്നെ തീ കൊളുത്തി എന്ന നിഗമനങ്ങളിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. അതിന്റെ സൂചനകൾ, തെളിവുകൾ ഒക്കെയും ലഭിക്കുന്ന സാഹചര്യം. ഭീകരബന്ധം ഉണ്ടോ എന്നത് പരിശോധിക്കുകയാണ്. നമുക്കറിയാം, ഷാരൂഖ് സൈഫി റാഡിക്കൽ മൈൻഡുള്ള ആളാണ് എന്ന് അന്വേഷണ സംഘം പറഞ്ഞതാണ്. തീവ്രവാദ ബന്ധം, അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ആ കേസിൽ തുടർന്നുകൊണ്ടിരിക്കെ തന്നെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. കൂടുതൽ ഗൗരവത്തിൽ കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തെ സമീപിക്കുന്നുണ്ടോ ഇപ്പോൾ? രണിക, സദേൺ റെയിൽവേയുടെ ഇന്റലിജൻസ് വിഭാഗം നൽകിയ വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് അത് സംബന്ധിച്ച പ്രാഥമികമായ സൂചനകൾ ലഭിച്ചത്. ആദ്യഘട്ടത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയാണ് അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരശേഖരണം നടത്തിയതെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം കണ്ണൂരിൽ ഈ സംഭവം നടന്ന സ്ഥലത്തെത്തി കൃത്യമായി തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം സംഭവത്തിന് പിന്നിൽ അട്ടിമറി സാധ്യത എന്ന നിഗമനത്തിൽ ആദ്യഘട്ടത്തിൽ അവർ ഏതാനും ചില സൂചനകൾ നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഭീകരവാദ അക്രമമാണോ, അല്ലെങ്കിൽ ഈ സംഭവത്തിന് പിന്നിൽ ഭീകരവാദ ബന്ധം ഉണ്ടോ എന്ന സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്ന സൂചനകളാണ് നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരേ സമയം വിവിധ കേന്ദ്രങ്ങളിൽ അവർ പരിശോധനകൾ നടത്തുന്നുണ്ട്, വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അതുകൊണ്ട് അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങളുടെ പുറത്തേക്ക് പറയുന്നതിന് ചില പരിമിതികൾ ഉണ്ട് എന്നാണ് നമുക്ക് നമ്മുടെ സോഴ്സുകളിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും ഈ സംഭവത്തിന് പിന്നിലെ അട്ടിമറി ശ്രമത്തിലേക്ക് തന്നെയാണ് അന്വേഷണ ഏജൻസികളെല്ലാം ഒരേപോലെ നിഗമനത്തിലേക്ക് എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വ്യക്തമാകാനുള്ളത് ഒരു കാര്യം മാത്രമാണ്, ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരാൾ മാത്രമാണോ? അതായത് എലത്തൂരിൽ ഷാരൂഖ് സൈഫിയുടെ കേസുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു എങ്കിലും അത് റാഡിക്കൽ മൈൻഡുള്ള ഒരാൾ അക്രമ സ്വഭാവമുള്ള തരത്തിൽ കേരളത്തിലെത്തി ഇത്തരത്തിൽ ഷഹീൻ ബാഗിൽ നിന്നെത്തി ഈ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ D1 കോച്ചിനെ തീവെച്ചു എന്ന തരത്തിലേക്ക് ആ അന്വേഷണം ഒടുവിൽ കേന്ദ്രീകരിക്കുകയെന്ന്. സമാനമായ രീതിയിൽ ഈ സംഭവത്തിലും ഒരു വ്യക്തി മാത്രമാണോ ഉൾപ്പെട്ടിരിക്കുന്നത്, അതോ ഇയാൾക്ക് പ്രാദേശികമായ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ അന്വേഷണ സംഘങ്ങളെയെല്ലാം ഒരുപോലെ ഞെട്ടിക്കുന്ന ഒരു കാര്യം, 2 മാസം മുമ്പ് എലത്തൂരിൽ തീവെപ്പ് നടന്ന ആ ട്രെയിനിന് തൊട്ട് സമീപത്തായി ഒരു കൃത്യമായ BPCLന്റെ പ്ലാന്റ് ഉണ്ടായി, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പ്ലാന്റ് ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ ഇന്നലെയും ഈ തീവെപ്പ് നടന്ന ട്രെയിനിന് തൊട്ടടുത്ത് BPCLന്റെ ഒരു പ്ലാന്റ് ഉണ്ട്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു വലിയ ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ടാണോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ദുരന്തം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കമാണോ അവർ നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് അടക്കം, അതായത് റെയിൽവേ സ്റ്റേഷനുകളുടെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് അടക്കം പൊതുവിൽ ആശങ്കയുണർത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. രേണുക, തീർച്ചയായും എന്തായാലും ആ രീതിയിലുള്ള പരിശോധനകളും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. CV അനുമോദ് അവിടെ നിന്നും തുടരുന്നുണ്ട്. അനുമോദ്, പ്രാഥമികമായിട്ടുള്ള പരിശോധനകളൊക്കെയാണ് അവിടെ പുരോഗമിക്കുന്നത്. ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തി മടങ്ങിയെന്ന് അറിയുന്നു. നമുക്ക് മറ്റെന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? ഈ കോച്ച് ഇങ്ങോട്ട് ഇന്റർസിറ്റി എക്സ്പ്രസ് ആയി വരേണ്ടുന്ന ട്രെയിനിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ കോച്ച് മാത്രം മാറ്റിയായിരുന്നു ഇപ്പോൾ മറ്റ് പരിശോധനകൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ എന്തൊക്കെ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പാടാക്കുന്നുണ്ട്? വീണ്ടും ഒരു സംഭവം കൂടി ട്രെയിനിലെ തീപിടുത്തം പോലെ ഉണ്ടായിരിക്കുന്നു. ഭാഗ്യത്തിനാണ് വലിയ അപായം ഒഴിവായിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ സുരക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെയിൽവേ പരിഗണിക്കുന്നുണ്ടോ?
രേണുക, ഈ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. കാരണം എലത്തൂരിൽ ഈ ഒരു തീവണ്ടിയിൽ അക്രമം ഉണ്ടായപ്പോൾ തന്നെ റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും ഇത് സംബന്ധിച്ച് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും അല്ലെങ്കിൽ തീവണ്ടികളും സുരക്ഷാ നിരീക്ഷണത്തിൽ CCTV സംവിധാനമടക്കം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് ആവശ്യകത ഊന്നി പറയുകയും ചെയ്തിരുന്നു. ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തേക്ക് മാധ്യമങ്ങളെ ഒന്നും തന്നെ കടത്തിവിടുന്നില്ല. അവിടെ കൃത്യമായി നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം, പോലീസിനെ കാണാം. അതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായിട്ടുള്ള പരിശോധന നടത്തുന്നവർക്കും ഒഫീഷ്യൽസിന് മാത്രമാണ് ഇപ്പോൾ പ്രവേശനം നൽകിയിട്ടുള്ളത്. അവിടെയാണ് ഫോറൻസിക്കിൻ്റെ പരിശോധന നടക്കുന്നത്. അപ്പോൾ അവിടെ ഈ തരത്തിൽ കഴിഞ്ഞ എലത്തൂർ സംഭവത്തിൽ പോലീസിനെ സംബന്ധിച്ച് ഈ പ്രതിയുടെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടി എന്നത് പോലീസിന് വലിയ വിമർശനമായിട്ട് ഉന്നയിച്ചൊരു കാര്യമായതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ കൃത്യമായി അകറ്റി നിർത്തിയാണ് പോലീസിൻ്റെയും ഫോറൻസിക്കിൻ്റെയും IBയുടെയും ഒക്കെ തന്നെ അന്വേഷണം കൃത്യമായിട്ട് ആ സ്ഥലത്ത് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഈ ദൃശ്യങ്ങൾ പാൻ ചെയ്ത് ക്യാമറ പാൻ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാട് പിടിച്ച പ്രദേശമാണ്. അതായത് ഇവിടെ ഈ ഡെഡ് എൻഡാണ്, ഈ ട്രാക്കിൻ്റെ ഡെഡ് എൻഡാണ് ഇവിടെ. അതായത് ഈ സർവീസ് കഴിഞ്ഞതിന് ശേഷം ഈ മേഖലയിലാണ് ട്രെയിനുകൾ നിർത്തിയിടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഈ ഒരു പ്രദേശത്തൊക്കെ ഒരു തരത്തിലും നമുക്കൊരു സുരക്ഷാ സംവിധാനങ്ങൾ കാണാൻ സാധിക്കില്ല. ആർക്ക് വേണമെങ്കിലും ഈ മതിൽ ചാടിയും ഈ കുറ്റിക്കാട്ടിലൂടെയൊക്കെ ഇവിടേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വലിയ സുരക്ഷാ പ്രശ്നം തന്നെയായിട്ട് വേണം കാണാൻ. ഇത് കണ്ണൂരിലെ മാത്രമല്ല, ഒരുവിധം റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇതിൻ്റെ അവസാന ഭാഗം, അതായത് ഈ ഷണ്ടിങ് നടക്കുന്ന സ്ഥലങ്ങളും ഇതിൻ്റെ ട്രാക്ക് അവസാനിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി ധാരണ ഉള്ള ഒരാൾക്ക് ഇതുവഴി കടന്നു വരാൻ വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. മാത്രം രാത്രിയാണ്, പകൽ പോലും ചിലപ്പോൾ ആരും ഇവിടെയൊന്നും ഉണ്ടാവില്ല. രാത്രി ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിൽ ആർക്ക് വേണമെങ്കിലും അതിക്രമിച്ച് കടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് പ്രഥമ ദൃഷ്ടിയ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഇതിലേറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടുള്ളത്. കാരണം ഈ ഒരു മേഖലയെക്കുറിച്ച് അറിവുള്ള ആളാണെങ്കിൽ, ഇവിടുത്തെ ഒരു സാഹചര്യങ്ങൾ കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ, നിരീക്ഷണ ക്യാമറകളില്ല എന്നും പോലീസിൻ്റെ സർവൈലൻസ് ഇവിടെ ഇല്ല എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ അത്തരത്തിൽ കൃത്യമായി ധാരണയുള്ള ഒരാൾക്ക് ഈ ഒരു കൃത്യം ചെയ്യാൻ വലിയ തോതിൽ പ്ലാൻ ചെയ്യേണ്ടി അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ല എന്നാണ് ഇവിടുത്തെ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ ഇത് കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ ഒരു സറൗണ്ടിങ്സിൽ സ്ഥിരമായിട്ടുള്ള ആളുകൾ, ഇത് CCTV ദൃശ്യങ്ങൾ പതിഞ്ഞാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. തീർച്ചയാണെങ്കിലും ഈ ഫോറൻസിക്കിൻ്റെ പരിശോധന ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്തുപയോഗിച്ചാണ് ഇത് കത്തിച്ചിട്ടുള്ളത് എന്ന് അറിയുക വളരെ നിർണായകമായ ഏതായാലും ഒരേ സമയം തന്നെ കോച്ചിന് മുഴുവനായി തീ പിടിക്കുകയായിരുന്നു എന്ന ദൃക്സാക്ഷികളുടെ വിവരണങ്ങളുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. സുരക്ഷ സംബന്ധിച്ചുള്ള ആശങ്കകളും പരിശോധനകളും ഈ സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടും റെയിൽവേയുടെ നീക്കമുണ്ട്. മറ്റ് കേന്ദ്ര ഏജൻസികളുടെ പരിശോധനയും നടക്കുന്നു. CV അനുമോദം, ഡാൻ കുര്യനുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിലെ തീപിടുത്തം സുരക്ഷാ വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരള പോലീസ് ലാഘവത്തോടെയാണ് വിഷയം കൈകാര്യം ചെയ്യുന്നത്. ആദ്യ തീവയ്പിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നും അത് ആവർത്തിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇത് വലിയ ഇൻസെക്യൂരിറ്റി, ഒരു അരക്ഷിതത്വം എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന, നമ്മളെല്ലാം ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായതാണ്. അതേ ട്രെയിൻ തന്നെ വീണ്ടും തീ പിടിച്ചിരിക്കുന്നു. അപ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ കുറെ കൂടി മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ ഗവൺമെന്റ് ഗൗരവതരമായി ഇടപെടണം. ആദ്യത്തെ കേസിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ അനാസ്ഥയുണ്ടായി. കാരണം അതേ ട്രെയിനിൽ തന്നെ അയാൾ രക്ഷപ്പെട്ടു. എന്നിട്ട് കണ്ണൂരിലിറങ്ങി തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ പോലും പരിശോധന നടത്തിയില്ല. വെളുപ്പാങ്കാലം വരെ ഈ പരിക്ക് പറ്റിയ അയാൾ, കുറ്റവാളി, വെളുപ്പാങ്കാലത്ത് വന്ന വേറൊരു ട്രെയിനിൽ പോയി. എന്നിട്ട് പോലും പോലീസ് അറിഞ്ഞില്ല. അപ്പോൾ ആ ട്രെയിനിൽ പരിശോധന നടത്തിയില്ല, സമീപ റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന നടത്തിയില്ല. അവസാനം കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന വഴിക്ക് തന്നെ ഒരുപാട് അപാകതകൾ, കൊണ്ടുവരണതിൻ്റെ ഇൻസെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ കേരള പോലീസ് ഗൗരവത്തോടു കൂടി അല്ല ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ ഒരു ലാഘവത്വം ഉണ്ടായാൽ അപകടകരമായ നിലയിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാകാനിടയായ സംഭവങ്ങളെക്കുറിച്ചുള്ള ഗൗരവതരമായ അന്വേഷണം. തീപിടുത്തം ഞെട്ടിപ്പിക്കുന്ന സംഭവമെന്ന് K സുരേന്ദ്രൻ. തീവയ്പിന് തീവ്രവാദ ബന്ധമുണ്ട്. തീവയ്പ് ആവർത്തിച്ചത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. ഇത് വലിയ രണ്ടാം തവണയാണ് തീ പിടിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 3 മാസത്തിനിടയിൽ രണ്ടാമത്തെ തവണയാണ് ഒരേ തീവണ്ടിക്ക് തീവെപ്പുണ്ടാവുന്നത്. ആദ്യത്തെ തീവെപ്പ് കേസിൽ മതഭീകരവാദ സംഘടനകളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടതാണ്. തീവ്രവാദ ശക്തികൾ സംസ്ഥാനത്ത് വളരെ ശക്തമായി ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കണ്ണൂരിൽ കണ്ടത്.
മതഭീകരവാദികളുടെ സ്ലീപ്പർ സെല്ലുകളെ സംസ്ഥാന ഗവൺമെൻറ് നിരീക്ഷിക്കുന്നേയില്ല. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള കൃത്യവിലോപമാണ് ഉണ്ടാവുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം. വാർത്തകൾ തുടരുന്നു. സ്വകാര്യ ബസ് ഉടമകൾക്ക് തിരിച്ചടി. 140 കിലോമീറ്ററിന് മുകളിലുള്ള പെർമിറ്റുകൾ ഏറ്റെടുക്കാനുള്ള KSRTC തീരുമാനത്തിൽ ഇടപെടാതെ ഹൈക്കോടതി. തീരുമാനത്തിന് സ്റ്റേ വേണമെന്ന ബസ് ഉടമകളുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി KSRTCക്ക് നോട്ടീസ് അയച്ചു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, സ്വകാര്യ ബസ്സുകൾക്ക് തിരിച്ചടിയും KSRTCക്ക് അവരുടെ തീരുമാനവുമായി മുന്നോട്ട് പോകാമെന്ന സിറ്റുവേഷനുമാണ് ഈ കോടതി ഇടപെടൽ ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, തീർച്ചയായും സ്വകാര്യ ബസ്സുകൾക്ക് ഒരു തിരിച്ചടി എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. 140 കിലോമീറ്ററിന് മുകളിലുള്ള പെർമിറ്റുകൾ ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനം നേരത്തെ KSRTC എടുത്തിരുന്നു. ഈ തീരുമാനത്തിൽ ഇടപെടണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്വകാര്യ ബസ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. തീരുമാനത്തിൽ അടിയന്തര സ്റ്റേ വേണമെന്ന ബസ് ഉടമകളുടെ ആവശ്യം കോടതി അംഗീകരിച്ചുമില്ല. ഹർജി തൽക്കാലം ഫയൽ സ്വീകരിച്ച കോടതി KSRTCക്ക് വിഷയത്തിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ KSRTC ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് വിശദമായ മറുപടി നൽകണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. രേണുക, ശരി. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ മാലിന്യം ശേഖരിക്കാൻ തീരുമാനിച്ച കമ്പനിക്ക് ഭീഷണി. മാധ്യമങ്ങളുടെ പേരിൽ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തിയെന്ന് മേയർ M അനിൽകുമാർ. നിലവിൽ മാലിന്യം ശേഖരിക്കാനുള്ളത് 2 കമ്പനികൾ മാത്രമാണെന്നും ഒരു കമ്പനി പിന്മാറിയെന്നും മേയർ പറഞ്ഞു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഏറെ വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒടുവിലാണ് ഇത്തരമൊരു സംവിധാനത്തിലേക്ക് കോർപ്പറേഷൻ എത്തിയത്. അവിടെയും പ്രശ്നങ്ങൾ, കമ്പനിയെ പിന്തിരിപ്പിക്കുന്ന തരത്തിലുള്ള ഭീഷണികൾ ലഭിക്കുന്നു എന്നതാണ് മേയർ പറയുന്നത്. എന്താണ് അദ്ദേഹം വിശദീകരിച്ചത്? രേണുക, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്നു മുതലാണ് ബ്രഹ്മപുരത്തേക്ക് മാലിന്യങ്ങൾ കൊണ്ടുപോകാത്ത ഒരു ദിവസം എന്ന് പറയുന്നത്. അതിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് മേയർ ഇത് ഉന്നയിച്ചത്. കാരണം മാധ്യമങ്ങളുടെ പേരിലാണ് പ്രധാനമായും 3 കമ്പനികളാണ് ഈ മാലിന്യം ശേഖരിക്കുന്നത്. ഇതിൽ ഒരു കമ്പനിയെ വിളിച്ച് മാധ്യമങ്ങളുടെ പേര് പറഞ്ഞ്, ഒരു മാധ്യമത്തിന്റെ പേര് പറഞ്ഞ് എവിടെയാണ് നിങ്ങൾ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത്, ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ തടയുമെന്നൊരു ഭീഷണി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്പനി പിന്മാറിയത്. ഫോണിൽ വിളിച്ചാണ് ഈ ഒരു മാധ്യമത്തിന്റെ പേര് പറഞ്ഞ് ഈ ഒരു കമ്പനിയെ ഭീഷണിപ്പെടുത്തിയത്. എങ്ങോട്ട് പോകുന്നത് വ്യക്തമാക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ മാലിന്യ വണ്ടി തടയുമെന്നാണ് ഈ വിളിച്ചൊരു ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് ഒരു കമ്പനി പിന്മാറി എന്നാണ് മേയർ M അനിൽകുമാർ വ്യക്തമാക്കിയത്. നിലവിൽ മാലിന്യങ്ങൾ ശേഖരിക്കാൻ 2 കമ്പനികൾ മാത്രമാണുള്ളത്. ഈ 3 കമ്പനിക്ക് ചെയ്യേണ്ട ജോലി ഇപ്പോൾ 2 കമ്പനി ആണ് ചെയ്യുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഇനി മറ്റൊരു കമ്പനിയെ കൂടി കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് മേയർ പറഞ്ഞത്. എന്തായാലും ഇന്നു മുതലാണ് ബ്രഹ്മപുരത്തേക്ക് മാലിന്യങ്ങൾ എത്തില്ല, വേറെ മറ്റിടങ്ങളിലേക്കാണ് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത്. എന്നാൽ ഇത് എവിടെയാണ് കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമാക്കാൻ മേയർ തയ്യാറായിട്ടില്ല. രേണുക, ശരി. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ആലുവയിൽ കടയ്ക്ക് നേരെ ആക്രമണം നടത്തിയ പ്രതി പിടിയിൽ. ആലുവ സ്വദേശി ഫൈസലിനെയാണ് പിടികൂടിയത്. ഇന്നലെ വൈകിട്ടോടെയാണ് മദ്യപിച്ചെത്തിയ ഫൈസൽ കടയ്ക്ക് നേരെ തീ കൊളുത്തി എറിയുകയും അടിച്ചു തകർക്കുകയും ചെയ്തത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, എവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത്? എന്താണ് ഈ ആക്രമണത്തിനുള്ള കാരണം എന്നാണ് പ്രതി പറയുന്നത്? ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് ഈ ഫൈസൽ എന്നയാൾ റെയിൽവേ സ്റ്റേഷന് നേരെ എതിർവശത്തുള്ള കടയിൽ എത്തുകയും ആദ്യം തീ വെച്ച് കത്തിക്കുന്നതിനുള്ള ശ്രമം കടയിലേക്ക് നടത്തി. മണ്ണെണ്ണ നിറച്ച് കുട്ടികൾ ഈ കടയിലേക്ക് വലിച്ചെറിയുകയും പിന്നീട് കട പൂർണ്ണമായി തല്ലി തകർക്കുകയും ചെയ്തു. എന്തായാലും തീപിടുത്തം ഉണ്ടാവാനത് വലിയൊരു അപകടം ഒഴിവാക്കിയെന്ന് പറയാൻ കഴിയും. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്ന് കടയുടമ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം കട അടിച്ചു തകർത്ത സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇയാളെ രാത്രിയോടെ ആലുവ പോലീസ് നടത്തിയ തെരച്ചിൽ ആലുവയിൽ നിന്ന് തന്നെ പിടികൂടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടക്കാരനുമായി ഇയാൾക്ക് നേരത്തെ ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ വൈരാഗ്യത്തിലാണ്
മദ്യപിച്ചെത്തി ആക്രമണം നടത്തിയെന്നാണ് കരുതുന്നത്. എന്തായാലും എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്നത് സംബന്ധിച്ച് വിശദമായ ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ് എന്ന് പോലീസ് പറയുന്നു. ഇന്ന് വൈകിട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ശരി, MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 2 പേരിൽ നിന്നായി 47 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. കോലാലംപൂരിൽ നിന്നും എത്തിയ മലേഷ്യൻ സ്വദേശി തനേശ്വരൻ കറുപ്പസ്വാമിയിൽ നിന്ന് 37 ലക്ഷം രൂപയുടെ സ്വർണമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്വർണം കണ്ടെത്തിയത്. പാലക്കാട് സ്വദേശി മുഹമ്മദ് റഷീദിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ സ്വർണവും പിടികൂടി. ഇരുവരെയും കസ്റ്റംസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇടവേള. അപ്പോൾ അത്തരം പരിശോധനകളിൽ ഇങ്ങനെ ആളുകൾ അസ്വാഭാവികമായി വന്നു പോകുന്നത് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അതിൽ എൻക്വയറി നടക്കട്ടെ. ഇപ്പോൾ പോലീസ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. പോലീസ് എൻക്വയറി എന്താണ് ഉണ്ടായത് നമുക്ക് അതറിയാലോ. ഫയർ ഉണ്ടായല്ലോ അവിടെ. നമ്മുടെ ഡൗട്ട് സംശയം എന്താണ്? ഇവിടെ ഒരു എഞ്ചിൻ വേർപെടുത്തിയിരുന്നതല്ലേ? ഇല്ല, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതെല്ലാം എൻക്വയറി നടക്കട്ടെ. ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ഞാനതൊന്നും പറഞ്ഞില്ല. നമുക്ക് എൻക്വയറി നടത്താതെ എല്ലാ ടീമും എൻക്വയറി നടത്തട്ടെ. അതായത് കത്തിയതാണോ കത്തിച്ചതാണോ എന്നതാണ് ചോദ്യം അല്ലേ? കത്തിയതാണോ കത്തിച്ചതാണോ എന്നുള്ളതല്ലേ? സംശയമല്ലേ. അത് നമുക്ക് നോക്കിയിട്ട് എല്ലാം പോലീസ് എൻക്വയറി നടത്തട്ടെ. എന്നിട്ട് അവർ ഇപ്പോൾ സാർ എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യുന്നത്? പോലീസിന് റിപ്പോർട്ട് കൊടുക്കുക? റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ ടീമും ഡോക്ടറുണ്ട്. അന്വേഷണം നടത്തുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട്. കത്തിയതാണോ കത്തിച്ചതാണോ ഒരു നിഗമനത്തിൽ ഇപ്പോൾ നമ്മൾ എത്തുന്നില്ല. ഈ കത്തുമെന്ന് പറയുന്നത് അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് അന്വേഷണം അതിൻ്റെ ആൾക്കാർ അന്വേഷണം നടത്തിയിട്ട് അത് ടീമുണ്ട്. അത് അന്വേഷിക്കട്ടെ. ഫോറൻസിക് ടീം ആദ്യം വരട്ടെ. അവരായി നോക്കിയിട്ട് KV ബൈജുവും ഡാൻ കുര്യനും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം ബൈജുവിലേക്ക്. ബൈജു, പരിശോധനകൾ തുടരുകയാണ്. ഇപ്പോഴും നിരവധി അവ്യക്തതകളുണ്ട്. എങ്ങനെ ഈ സംഭവം ഉണ്ടായെന്നത് സംബന്ധിച്ച് ഫോറൻസിക് പരിശോധനയുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ സാന്നിധ്യം അവിടെയുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ? എന്തെങ്കിലും തരത്തിൽ പ്രാഥമികമായി ഒരു വിവരം നൽകാറായിട്ടുണ്ടോ? രഞ്ജിത്തെ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CCTV ദൃശ്യങ്ങളിൽ കണ്ട ആളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇയാളാണോ ഈ തീയിട്ടെന്ന് സംബന്ധിച്ച് വിവരങ്ങൾ സംബന്ധിച്ച അന്വേഷണ സംഘത്തിന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. പക്ഷേ ഇയാളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും നിർണായകം. ആദ്യം ലഭിച്ച CCTV ദൃശ്യത്തിൽ നിന്നും ഇയാളുടെ ചിത്രം വ്യക്തമായിരുന്നില്ല. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ച CCTVയിൽ നിന്നാണ് ഇയാളുടെ കൃത്യമായ താടി വെച്ച ഒരാൾ ഇത്തരത്തിൽ ഒരാളെ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇയാൾ ആരാണെന്നും പോലീസിന് തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ ഇയാളെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് ആയിട്ടില്ല. അതേസമയം തന്നെ നിരവധി പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. സംശയാസ്പദമായ രീതിയിൽ ഈ പ്രദേശങ്ങളിലുള്ള നേരത്തെ ഈ പ്രദേശങ്ങളിൽ തമ്പടിക്കുന്നവരെയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും IB ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തെത്തി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. IB ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്തെത്തി ഇപ്പോൾ ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ, ഇതിന്റെ സംഭവങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്നാലും ഫോറൻസിക് സംഘം നടത്തുന്ന പരിശോധനയിലെ പ്രാഥമികമായ വിവരം അനുസരിച്ച് ഇത് തീയിട്ടതാകാം എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്.
കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജനൽ ഗ്ലാസ് തകർന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു. അതിന് സമീപത്തായി ട്രെയിനിനകത്ത് ഒരു കല്ല് ഇത്തരത്തിൽ ഈ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കല്ല് ഉപയോഗിച്ച് ഗ്ലാസ് തകർത്ത് ഇതിനകത്തേക്ക് ഏതെങ്കിലും ഇന്ധനം ഉപയോഗിച്ച് തീയിട്ടതാകാമെന്ന ഒരു പ്രാഥമിക നിഗമനമെന്ന്. പക്ഷേ ഇതൊന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും അന്വേഷണം വളരെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിവരങ്ങൾ ഔദ്യോഗികമായി എന്തായാലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒപ്പം NIA ഓരോ നിമിഷവും ഇതിന്റെ ഓരോ വിവരങ്ങളും തേടുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയുന്നത്. അന്വേഷണ സംഘവുമായി അല്പസമയം നേരത്തെ മുമ്പ് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അനൌദ്യോഗികമായി അവർ പറഞ്ഞത് NIA ഓരോ വിവരങ്ങളും പോലീസ് അന്വേഷണത്തിന് ഓരോ ഘട്ടങ്ങളും മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും NIAക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീവ്രവാദ സ്വഭാവത്തിലേക്കാണ് കാര്യങ്ങൾ ഇതിൽ പ്രാഥമികമായി വിവരങ്ങൾ ലഭിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് NIAയിലേക്ക് ഒരു അന്വേഷണം പോകാനാണ് സാധ്യത. നിലവിലൊരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു സാധ്യതയാണ് കാണുന്നത്. എന്തായാലും BJP നേതാവ് കൃഷ്ണദാസ് അല്പസമയം മുമ്പ് സംസാരിക്കുകയുണ്ടായി. ഈ കേസ് NIAക്ക് വേണം എന്ന രീതിയിൽ വളരെ പോലീസ് അന്വേഷണം പെട്ടെന്ന് പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ഇത് NIAക്ക് കൈമാറണമെന്ന് തന്നെയാണ് BJP രാഷ്ട്രീയപരമായ ഒരു ഇത്തരത്തിലുള്ള ആവശ്യവും ഉന്നയിച്ചത്. വാർത്തകൾ തുടരുന്നു. ഹൃദയാഘാതമുണ്ടായ 17 വയസ്സുകാരിയെ കട്ടപ്പനയിൽ നിന്ന് കൊച്ചിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുവരുന്നു. പോലീസ് അകമ്പടിയിലാണ് യാത്ര. കട്ടപ്പനയിൽ നിന്ന് ചെറുതോണി തൊടുപുഴ വഴി റോഡിൽ ഗതാഗതം നിയന്ത്രിച്ചാണ് ആംബുലൻസ് കടന്നുവരുന്നത്. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ആൻമരിയ ജോയിയെ എറണാകുളം അമൃത ആശുപത്രിയിലേക്കാണ് കൊണ്ടുവരുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാഗർ ചേരുകയാണ്. സാഗർ, ഈ എറണാകുളത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ട അടിയന്തര സാഹചര്യം എന്തായിരുന്നു? ആരൊക്കെയാണ് ഈ മിഷന് നേതൃത്വം നൽകുന്നത്? രേണുക, കട്ടപ്പനയ്ക്കടുത്ത് ഇരട്ടാറിൽ വെച്ച് ഹൃദയാഘാതമുണ്ടായ 17-കാരി ആൻമരിയ ജോയി എന്ന കുട്ടിയൊക്കെയാണ് ഇപ്പോൾ അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി ആംബുലൻസ് കട്ടപ്പനയിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്ന കുട്ടിയെ എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് അടിയന്തരമായി എത്തിക്കേണ്ടത്. എത്രയും വേഗം എത്തിക്കണമെന്നാണ് ആശുപത്രി അധികൃതർ കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിച്ചത്. തുടർന്ന് കുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും പോലീസായി ബന്ധപ്പെടുകയും ആംബുലൻസ് അധികൃതരും ആശുപത്രി അധികൃതരും ആംബുലൻസും എല്ലാവരും കൂടി ചേർന്ന് കുട്ടിയെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. പോലീസ് ഇതിനു വേണ്ടിയിട്ട് കട്ടപ്പനയിൽ നിന്നും എറണാകുളം വരെയുള്ള ട്രാഫിക് ക്രമീകരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി. ഇപ്പോൾ നിലവിൽ കുട്ടി കട്ടപ്പനയിൽ നിന്നുള്ള ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ട് ഇടുക്കി, പൈനാവ്, കുളമാവ് കഴിഞ്ഞ് ഏകദേശം തൊടുപുഴ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇനി തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴ വഴി പുത്തൻകുരിശ് വഴി എറണാകുളത്തുള്ള അമൃത ആശുപത്രിയിൽ എത്രയും വേഗം എത്തിക്കാനാണ് ലക്ഷ്യമെടുത്തത്. എന്തായാലും വാഹനം ഇപ്പോൾ ഗതാഗത ക്രമീകരണങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ പോലീസ് കടത്തിവിടുന്നുണ്ട്. ആംബുലൻസ് എത്രയും വേഗം തൊടുപുഴയിലേക്ക് ഇപ്പോൾ തന്നെ എത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. തൊടുപുഴയിലും ഭാഗങ്ങളിലെല്ലാം തന്നെ പോലീസ് വഴി ഒരുക്കി വെച്ചിരിക്കുകയാണ് ആംബുലൻസ് കടത്തിവിടാനായി. ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി എല്ലാവരും പോലീസും ആശുപത്രി അധികൃതരും പൊതുപ്രവർത്തകരും അടക്കം നാട്ടുകാരും അടക്കം കുട്ടിയുടെ ജീവൻ രക്ഷിക്കുവാനായി വഴിയെല്ലാം തന്നെ ക്രമീകരണങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എത്ര സമയത്തിനകം ആശുപത്രിയിൽ എത്തിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? 2 മണിക്കൂറിൽ താഴെ സമയമെടുത്ത് തന്നെയാണ് ആശുപത്രിയിൽ എത്തിക്കാനാണ് അധികൃതർ ഇവർ ലക്ഷ്യപ്പെടുന്നത്. അതിനിപ്പോൾ അരമണിക്കൂറിനുള്ളിൽ തന്നെ വാഹനം കുളമാവ് കഴിഞ്ഞ എന്നാണ് വാഹനത്തിലുള്ളവർ നമ്മെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വാഹനം ഉടൻ തന്നെ ആംബുലൻസ് തൊടുപുഴയിലെത്തും. തൊടുപുഴയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറോളം വേണം തൊടുപുഴയിൽ നിന്ന് തന്നെ എറണാകുളം എത്തുവാൻ. കാരണം നമുക്കറിയാം എറണാകുളത്തെ ട്രാഫിക് കുരുക്ക് എല്ലാം തന്നെ നമുക്കറിയാം. അപ്പോൾ ആകെ 2 മണിക്കൂറിനുള്ളിൽ കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്ത് എത്തിക്കുവാനാണ് അധികൃതർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്.
തീർച്ചയായും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് സുഗമമായി മിഷൻ മുന്നോട്ട് പോകുന്നു എന്നാണോ അറിയുന്നത്? തീർച്ചയായും സുഗമമായി തന്നെ മിഷൻ മുന്നോട്ട് പോകുന്നു. തുടക്കത്തിൽ ആംബുലൻസ് കൊണ്ടുപോകാൻ കുട്ടിയെ കൊണ്ടുപോകുന്ന ഒരു ആംബുലൻസ് തുടക്കത്തിൽ വണ്ടി വാഹനം കേടായതിനെ തുടർന്ന് മറ്റൊരു ആംബുലൻസ് തുടക്കത്തിൽ തന്നെ മാറ്റിയിരുന്നു. വാഹനത്തിന്റെ എല്ലാം പരിശോധിച്ച് അത്ര നിലവാരമുള്ള ഒരു ആംബുലൻസ് തന്നെയാണ് ഇപ്പോൾ എറണാകുളത്തേക്ക് കുട്ടിയെയും കൊണ്ട് വരുന്നത്. എന്തായാലും നിലവിൽ എല്ലാ പോലീസും പൊതുപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും എല്ലാം തന്നെ ഒരുമിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും എല്ലാം തന്നെ വഴി ക്ലിയർ ചെയ്യുന്നുണ്ട്. പോലീസ് തൊടുപുഴയിലടക്കം ഇപ്പോൾ തന്നെ വഴി ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. തൊടുപുഴയിൽ വാഹനം എത്താറായി എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. സാഗറാണ് വിവരങ്ങൾ നൽകിയത്. 17 വയസ്സുകാരിക്കാണ് ഹൃദയാഘാതമുണ്ടായത്. തുടർന്ന് ആദ്യം ചികിത്സ നൽകി. അതിനുശേഷം ഇപ്പോൾ കട്ടപ്പനയിൽ നിന്ന് കൊച്ചിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അകമ്പടിയിലാണ് യാത്ര. 2 മണിക്കൂറിൽ താഴെ സമയത്തിൽ എറണാകുളത്ത് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. കട്ടപ്പനയിൽ നിന്ന് ചെറുതോണി തൊടുപുഴ വഴി റോഡിൽ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആംബുലൻസ് കടന്നു പോകുന്നത്. ഇതുവരെ വളരെ സുഗമമായി തന്നെ വാഹനത്തിന് കടന്നു പോകാൻ കഴിയുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആളുകളുടെ സഹകരണങ്ങൾ ഇതിനായി പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഈ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ കഴിയുന്നത്ര പേർ അതിനോട് സഹകരിക്കാൻ കൂടിയുള്ള ഒരു സാഹചര്യം ഒരുങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വരുന്നത് കട്ടപ്പനയിൽ നിന്ന് ചെറുതോണി തൊടുപുഴ വഴിയാണ്. എറണാകുളത്ത് അമൃത ആശുപത്രിയിലേക്കാണ് ആംബുലൻസിന് എത്തിപ്പോരേണ്ടത്. എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളോടും കൂടി ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പോൾ വാഹനം കടന്നു പോകുന്നത്. ഇതുവരെ കാര്യങ്ങൾ സുഗമമായി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലായിരുന്നു ഈ കുട്ടി ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. ആൻമരിയ ജോയി എന്നാണ് കുട്ടിയുടെ പേര്. എറണാകുളം അമൃത ആശുപത്രിയിലേക്കാണ് വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ എത്തിക്കുന്നത്. 2 മണിക്കൂറിൽ താഴെ സമയത്ത് അവിടേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. സാഗർ തുടരുന്നുണ്ട്. സാഗർ, സാധാരണ ഹൃദയാഘാതമൊക്കെ ഇത്ര ചെറിയ പ്രായത്തിൽ വരുന്നത് സാധാരണമല്ല. എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഹൃദയാഘാതം ഉണ്ടായത്? എന്താണ് ആശുപത്രിയിൽ നിന്നും ഈ കുട്ടിയുടെ അവസ്ഥ സംബന്ധിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്? ശരി, സാഗറിലേക്ക് വരാം. ഇപ്പോൾ നമുക്കൊപ്പം ആംബുലൻസിൽ കൂടെയുള്ള ഷാജി എന്ന വ്യക്തി ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ ഷാജി, എങ്ങനെയാണ് സുഗമമായി യാത്ര സാധ്യമാകുന്നുണ്ടോ ഇപ്പോൾ? കട്ടപ്പന തൊട്ട് പോലീസ്, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, മറ്റ് സന്നദ്ധ സംഘടനകള് എല്ലാരും നല്ല രീതിയിൽ വഴിയൊരുക്കുന്നു. വണ്ടികൾ ഞങ്ങളിപ്പോ മൂലമറ്റം കൊളമാറ്റു മൂലമറ്റം ഇത് 9ാം നമ്പർ വളവിലായി. പ്രതീക്ഷിച്ച വേഗത്തിൽ തന്നെ പോകാൻ കഴിയുന്നുണ്ടല്ലേ? അതെ, ഉണ്ട്. പ്രതീക്ഷിച്ചതിലും നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലായിടത്തുനിന്നും എറണാകുളം തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ സ്റ്റേഷനുകളിൽ നിന്നും മറ്റു സംഘടനകളും എല്ലാം വിളിച്ച് നമ്മള് എവിടം വരെയായി തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. വഴിയിൽ ആളുകൾ സഹകരിക്കുന്നുണ്ടോ? ഭയങ്കരമായിട്ട് സഹകരിക്കും. ഇതൊരു ഭയങ്കര നമുക്ക് അവിശ്വസനീയമാണ്. ഇതേപോലെ ഹൈറേഞ്ച് ഈ സിഗ്നലുകൾ മാറ്റി തരുന്നുണ്ടോ സംവിധാനം? എല്ലാം മാറ്റി തരുന്നുണ്ട്. യാതൊരു പ്രോബ്ലംസും ഇല്ല. സുഗമമായിട്ട് പോകും. 2 മണിക്കൂറിൽ താഴെ സമയത്തിൽ എത്തണമെന്നതാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കി. ഇപ്പൊ 1 മണിക്കൂറായതേ ഉള്ളൂ. കട്ടപ്പനയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഏതാനും നിമിഷം കൊണ്ട് മൂലമറ്റം ടൗണിൽ ഇറങ്ങും. പിന്നീട് എത്ര സമയം എടുക്കുമെന്നാണ് കരുതുന്നത്? ഇനി ഞങ്ങൾ ഒരു 40 മിനിറ്റ് മാക്സിമം ഇതേ രീതിയിൽ പോയാൽ. ബന്ധുവാണോ? കുട്ടിയുടെ ബന്ധുവാണോ? എന്റെ സഹോദരിയുടെ മോളാണ്. എന്താണിപ്പോ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെ ആശുപത്രി അധികൃതർ പറഞ്ഞ് അവിടെ ചെന്നപ്പോ സെന്റ് ജോൺസിൽ ചെന്നപ്പോ തന്നെ വളരെ മോശമായിരുന്നു അവസ്ഥ. അവിടുന്ന് BP ഒരുമാതിരി ആയിക്കഴിഞ്ഞപ്പം ട്രാവൽ ചെയ്യാന്നുള്ള കണ്ടീഷൻ തന്നാലോ ഞങ്ങൾ വിടുള്ളൂ. അപ്പൊ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടേഴ്സ് പറയുന്ന അനുസരിച്ച് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ പ്രകാരം ഞങ്ങളോട് ഏറെക്കുറെ ഒരു 11 മണിയായപ്പോ പറഞ്ഞു മൂവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നോക്കിക്കോ. അപ്പൊ ഹോസ്പിറ്റലിൽ അമൃത ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട റോഷി ഹൗസിൻ മന്ത്രി, മറ്റ് ജനപ്രതിനിധികൾ, ജോയി വെട്ടിക്കുഴി, VR പ്രജി, CPM-ന്റെ ആൾക്കാർ, പിന്നെ ഡീൻ കുര്യാക്കോസ്, എല്ലാരും ഇങ്ങനെ ജനപ്രതിനിധികൾ എല്ലാരും ബന്ധപ്പെട്ട് മന്ത്രി റോഷി ഹൗസിന് ഇന്നത്തെ എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്ത് അമൃതയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു.
ഇപ്പോൾ മിനിസ്റ്റർ ഞങ്ങളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. വളരെ നന്ദി ഷാജി ഞങ്ങളോട് സംസാരിച്ചതിന്. മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. മിനിസ്റ്റർ, താങ്കൾ കൂടി മുൻകൈ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു മിഷൻ നടക്കുന്നത്. എല്ലാ പ്രീ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണോ ലഭിക്കുന്ന വിവരം? അറിഞ്ഞ നിമിഷം മുതൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മൾ നോക്കുന്നുണ്ട്. ജില്ലാ പോലീസ് സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് ഫയലിറ്റ് കൊടുത്താണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം ഹോസ്പിറ്റലിൽ വരെ റൂട്ട് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം നമ്മൾ സ്വീകരിച്ചായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട്. അമർനാഥ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സ്വാമി ബന്ധപ്പെട്ട് അവിടെ അതിന്റെ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യാം എന്നോട് സമ്മതിച്ചു. അവരതിന്റെ ക്രമീകരണത്തിൽ അവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ പ്രോഗ്രാം ഒന്ന് നിർത്തി ഞാൻ വളരെ പെട്ടെന്ന് അമൃതയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ അമൃതയിലേക്ക് ഞാനും പോകുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിൽ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ നമുക്ക് വളരെ പെട്ടെന്ന് കാര്യമായ നിലയിലുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് ആ കുട്ടിയെ അവിടെ എത്തിക്കാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷയോട് തന്നെയാണ് ഞങ്ങളെല്ലാം മുന്നോട്ട് നീങ്ങുന്നത്. മിനിസ്റ്റർ, ഈ ആശുപത്രി അമൃതയിലെ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ട് അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണോ? എന്തൊക്കെയാണ്? അതെ അതെ, ഞാൻ സ്വാമി എന്ന് പറയുന്ന ഡോക്ടറെയാണ് ഞാൻ ബന്ധപ്പെട്ടത്. അദ്ദേഹമാണ് അവിടെ ഈ കാര്യങ്ങൾ നോക്കുന്നത്. അദ്ദേഹത്തിന് ആവശ്യമായ ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ അപ്പം തന്നെ വാട്സപ്പിൽ തന്നെ കൊടുത്തു. അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളോടൊപ്പം യാത്ര ചെയ്യുന്നവർക്കും ഞാൻ അവരുടെ ഇൻഫർമേഷൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഞാൻ അവരെത്തുന്നതിന് മുമ്പ് എത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ വളരെ പൊക്കൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ, ഇപ്പോൾ മൂലമറ്റം പിന്നിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. 2 മണിക്കൂറിനുള്ളിൽ സമയത്തിൽ എത്തിക്കണം എന്ന് കരുതിയിരുന്നു. ഒരുപക്ഷെ നമ്മൾ കരുതിയിരുന്നതിലും പ്ലാൻ ചെയ്തതിലും നേരത്തെ തന്നെ എത്തിക്കാൻ കഴിയുമെന്നാണോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത്? പ്രതീക്ഷിക്കുന്നു. നമ്മൾ റോഡ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് യാത്രയ്ക്ക് വലിയ മുടക്കമുണ്ടാവും എന്ന് വിചാരിക്കുന്നില്ല. ഞാനും കഞ്ഞിപ്പൂരി കഴിഞ്ഞ് മണ്ണപ്പുറമായി. എനിക്കത് 1 മണിക്കൂറിനോ 1 മണിക്കൂർ 1.5 മണിക്കൂറുണ്ടാകും എനിക്കൊരു എത്താമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അവിടെ റോഡിനൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ നമ്മുടെ ജില്ല കവർ ചെയ്യുവോളം 2 വണ്ടി തന്നെ പാലിയേറ്റ് കൊടുത്ത് പോകുന്നുണ്ട്. മറ്റ് ജില്ലകളിൽ അതിനാവശ്യമായ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ ട്രാഫിക് ക്ലിയർ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നടത്തിയിട്ടുണ്ടെന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. ശരി, വളരെ നന്ദി മിനിസ്റ്റർ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും എറണാകുളം അമൃത ആശുപത്രിയിലേക്കാണ് ആംബുലൻസ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മിനിസ്റ്ററും അവിടേക്ക് ആ ആശുപത്രിയിലേക്ക് എത്താൻ ഉള്ള യാത്രയിലാണ്. റോഷി അഗസ്റ്റിന്റെയും ഡീൻ കുര്യാക്കോസ് എംപിയുടെയും ഒക്കെ ശ്രമഫലമായിട്ടാണ് ഈ ഒരു ദൗത്യം ഇപ്പോൾ വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നത്. വിദഗ്ധ ചികിത്സയ്ക്കായാണ് ഈ കുട്ടിയെ എറണാകുളത്തെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. 17 വയസ്സുള്ള കുട്ടി ഹൃദയാഘാതത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത്. ആദ്യം മുതൽ തന്നെ ശാരീരിക അവസ്ഥ മോശമായിരുന്നു. തുടർന്നാണ് യാത്രയ്ക്ക് പറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. നമുക്കൊപ്പം ആംബുലൻസിൽ ഉള്ള കുട്ടിയുടെ ബന്ധു ഷാജി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷാജി, ഈ കൊച്ചു കുട്ടിക്ക് ഒരു ഹൃദയാഘാതം എന്നൊക്കെ പറയുന്നത് അത്ര സാധാരണമായിട്ടുണ്ടാകുന്നതല്ല. എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത് യഥാർത്ഥത്തിൽ? സംഭവിച്ചത് ഇന്നലെ കുട്ടിയുടെ വല്യമ്മ മരിച്ചു. ഇന്നലെ അടക്കമായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ എന്റെ സഹോദരിയും കുട്ടിക്ക് പള്ളിയിൽ കുർബാനയ്ക്ക് പോകാനായിട്ട് കറക്റ്റായിട്ട് ചെന്നിറങ്ങി. 5 മിനിറ്റ് ലേറ്റായി. റോഡിൽ കയറി പള്ളി കയറി പോയതാണ്. ചെന്ന് മുട്ടുകുത്തിയതുള്ളൂ. അപ്പൊ തന്നെ കുഴഞ്ഞു വീണു. അപ്പൊ തന്നെ പള്ളി കുമ്പസാരിപ്പിച്ചുകൊണ്ടിരുന്നത് SAR പള്ളി വികാരി അച്ഛൻ ജോസ് കരുവേലിക്കൽ അച്ഛനും പിന്നെ കൈക്കാരും പള്ളിക്കലുണ്ടായിരുന്ന ആൾക്കാരും കൂടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴത്തേക്ക് അച്ഛനും ഭയപ്പാടിലായിരുന്നു. കുട്ടിയുടെ എന്റെ കൈയെല്ലാം ഫ്രീസായി പോയി. വന്നത് വളരെ മോശം അവസ്ഥയിലാണ് വന്നത്. അന്നേരത്തേക്ക് എന്നേക്കും വിവരം കിട്ടി. ഞാൻ വന്ന് കാണുമ്പോൾ ഡോക്ടർ പറയുന്നു പ്രാർത്ഥിച്ചോളാ, വന്നതിലും ഇച്ചിരി ബെറ്ററായി, പക്ഷെ നിർബന്ധിക്കരുത്, ഞങ്ങൾ പറഞ്ഞിട്ടോ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കാവുള്ളൂ എന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്ത്. എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. വളരെ ആക്റ്റീവായിരുന്നു. വളരെ ആക്റ്റീവായ എല്ലാ കാര്യത്തിലും ഒന്നുമില്ല. എന്തായാലും ഞങ്ങൾ മൂലമറ്റം എത്തി തൊടുപുഴ റൂട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ച് ചോദിച്ചുകൊണ്ടായിരിക്കുന്നു. ശരി, എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ പ്ലാൻ ചെയ്തതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തി വിദഗ്ധ ചികിത്സ നൽകാൻ കഴിയട്ടെ. വളരെ വേഗം രോഗം ഭേദമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ആശുപത്രിയിൽ എത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. ആ രീതിയിൽ വലിയ സഹകരണം
മറ്റ് യാത്രക്കാരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ട്. യാതൊരു തടസ്സങ്ങളുമില്ലാതെ വളരെ സുഗമമായി വളരെ വേഗത്തിൽ ആംബുലൻസ് ഇപ്പോൾ എറണാകുളത്തെ അമൃത ആശുപത്രി ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. മിനിസ്റ്ററും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആശുപത്രിയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. ആ കുട്ടിക്ക് വളരെ വേഗം വിദഗ്ധ ചികിത്സ നൽകുന്നതിനാവശ്യമായി. നമ്മൾക്ക് ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ കാണാം. പാരഗൺസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ